ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തയ്യലിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പോലും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് റെഡിമെയ്ഡ് ചുരിദാറാണ്. ഇത് കറക്റ്റ് അളവാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താലും വണ്ണം കുറയും. അങ്ങനെയല്ല, കറക്റ്റ് അളവായിട്ട് അവർക്ക് വേണ്ടി തച്ച പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് മതി നിങ്ങൾക്കൊരു ടോപ്പ് കറക്റ്റ് ചെയ്യാൻ. ഒരു 100 രൂപയിൽ കുറയാതെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിലും പകലും ഒക്കെ ചെയ്യാനുള്ള അത്രയും വർക്ക് കിട്ടും. സ്റ്റിച്ച് ചെയ്ത് കിട്ടാനുള്ള കാലതാമസം കൊണ്ട് പലരും ഒരു റെഡിമെയ്ഡ് ചുരിദാർ പോയി വാങ്ങാറുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ കറക്റ്റ് അളവാവില്ല. അപ്പോൾ ഏത് അളവായാലും കുഴപ്പമില്ല, നമുക്ക് അവരെ കറക്റ്റ് അളവാക്കി കറക്റ്റ് അതേ നല്ല ഷേപ്പിലാക്കി തയ്ച്ച് കൊടുക്കാൻ പറ്റിയാൽ അവർക്ക് പൈസ തരാൻ ഒരു മടിയും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല വരുമാനവും കിട്ടും. അരമണിക്കൂറിൽ നമുക്ക് കിട്ടുന്നൊരു 100 രൂപയല്ല ഇവിടെ ഏറ്റവും വലിയ കാര്യം, എക്സ്പീരിയൻസ്. ഒരു ടോപ്പ് കറക്റ്റ് അളവാക്കി തയ്ച്ച് കൊടുക്കാനാണ് നമ്മൾ ഇതിൽ കൂടി പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ടോപ്പിൻ്റെ അളവ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ചെസ്റ്റ് ഭാഗത്ത് 22 ഇഞ്ചുണ്ട്. നമുക്ക് ഇവിടെ 19 ഇഞ്ച് മതി. 17 ഇഞ്ചാണ് നമുക്ക് ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ വേണ്ടുന്ന വണ്ണം. വളരെ കനം കുറവാണ്. അപ്പോൾ 17 ഇഞ്ച് മതി. നമുക്ക് ഇവിടെ 1 ഇഞ്ച് തുമ്പ്, ഇവിടെ 1 ഇഞ്ച് തുമ്പ്. അപ്പോൾ 19 ഇഞ്ചാവും. പിന്നെ 3 ഇഞ്ചാണ് ഇവിടെ അധികം ഉള്ളത്. 1, 2, 3. അതാണ് നമുക്കിവിടെ നിന്ന് കുറയ്ക്കേണ്ടത്. ഇതിനേക്കാളും കൂടുതൽ കുറയ്ക്കാനുള്ള ടോപ്പുകളും വരും. അപ്പോൾ വണ്ണം മാത്രം ഈ ഭാഗത്ത് മാത്രം ഇത്രയുണ്ട്. ഇനി നമുക്ക് ഷോൾഡറും കൈനീളം, അതേപോലെ ഈ സൈഡ് ഓപ്പണിൻ്റെ ഭാഗം, ഈ വേസ്റ്റ് ഭാഗം, സൈഡ് ഓപ്പണിൻ്റെ ഭാഗം ഇല്ല. ഒരു റെഡിമെയ്ഡ് ചുരിദാർ നമ്മളതിൽ ഷേപ്പ് അടിക്കാൻ കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈവണ്ണവും കുറച്ച് ഇവിടെ വണ്ണവും ഒന്ന് കുറച്ച് ഷേപ്പും ഒന്ന് ചെയ്ത്, അതുപോലെ സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗത്ത് വണ്ണം കൂടുതലായിരിക്കും, അവിടെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഷേപ്പ് അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചങ്ങ് വിടും. അത് ശരിയാവുമോ? വണ്ണം ഉള്ളവർക്ക് ഓക്കെ, കനം കുറഞ്ഞവർക്ക് ഇവിടെ മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കും, ഒട്ടും ഷേപ്പ് ഉണ്ടായിരിക്കത്തില്ല. നമുക്ക് അതെല്ലാം കറക്റ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. നമ്മുടെ ടോപ്പിനെ നമുക്ക് അകവശം എടുക്കാം. ആദ്യം ടോപ്പിന് അകവശം എടുത്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇട്ടതിന് ശേഷം ഇതാ ഈ കഴുത്തകലം സെയിം ആയിരിക്കണം. ഇങ്ങനെ ഒന്ന് കയറി ഇറങ്ങി നിൽക്കരുത്. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഷോൾഡർ കറക്റ്റ് ചെയ്തിട്ട് കഴുത്തിൻ്റെ അടുത്തായിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. പിൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇത് മാറിപ്പോവും. കൈ എങ്ങനെ ഇടന്നാലും നമുക്കിപ്പോൾ പ്രശ്നമില്ല. നമുക്കിവിടെ ഈ കഴുത്തകലം, ഷോൾഡർ, വണ്ണം, അതൊക്കെയാണ് നമുക്ക് ഇപ്പം കറക്റ്റായിട്ട് ഇരിക്കേണ്ടത്. കൈ വെട്ടുമ്പോൾ മാത്രം കൈ കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും പിൻ ചെയ്ത് വെച്ച് ഇതെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെയും പിൻ ചെയ്ത് വയ്ക്കാം. പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിനി ഒരു സിമ്പിൾ മെത്തേഡാണ് ആദ്യം പറഞ്ഞു തരുന്നത്. ഷോൾഡർ ഇപ്പോൾ ഇവിടെ 5 ഇഞ്ചുണ്ട്. ഈ 5 ഇഞ്ച് നമുക്കിത് ചെറിയ വണ്ണമാണ്, 34 ഇഞ്ച് വണ്ണമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ 5 ഇഞ്ച് എന്നുള്ളതിൽ നിന്ന് 2 ഇഞ്ച് ഇങ്ങോട്ട് കുറച്ച് മാർക്ക് ചെയ്യാം. സിമ്പിൾ മെത്തേഡാണ്. ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് പറയാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ആം ഹോൾ ഇവിടെ വരെയാണ്. ഈ ടോപ്പിലുള്ള ആം ഹോൾ നമുക്കറിയാം. ആ ലെവൽ ഇങ്ങോട്ട് നീട്ടി വരച്ച് നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇങ്ങോട്ട് നേരെ വരയ്ക്കും. ഇപ്പം നമ്മൾ ഉള്ള ഷോൾഡറിൽ നിന്ന് 2 ഇഞ്ചാണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് അളവ് ടോപ്പ് കൊണ്ടുവരികയാണെങ്കിൽ അതിൽ എത്രയും നോക്കിയിട്ട് അത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. നല്ല ഷോൾഡർ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇവിടുന്ന് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഇങ്ങോട്ട് കുറച്ചാൽ മതി. ഇനി നമുക്ക് വണ്ണം 17 ഇഞ്ചാണ് നമുക്കിവിടെ ആവശ്യമുള്ള വണ്ണം. അതിൻ്റെ പകുതി 8.5ആണ്. ഇത് ഇത്രയും വലിയൊരു ടോപ്പ് ആയതുകൊണ്ട് നമ്മളത് വെട്ടി തന്നെ കറക്റ്റ് ചെയ്യണം. അഴിച്ചെടുക്കാനും നമുക്ക് സമയം പോകത്തുമില്ല. അപ്പോൾ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത്
ആം ഹോൾ ഇതിലുണ്ടായിരുന്നു തന്നെ മാർക്ക് ചെയ്ത്. വണ്ണം നമുക്ക് 8.5 വേണ്ടത്. 17 പകുതി 8.5. അപ്പോൾ 8.5യും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് ഇനി നമുക്ക് വേസ്റ്റ് ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റ് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും ഷേപ്പ് വരുന്നത്. അപ്പോൾ ഷോൾഡറിൽ നിന്ന് കറക്റ്റ് വേസ്റ്റ് വരുന്ന ലെങ്ത് ഇവിടുന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ആളിൻ്റെ ശരീരത്തിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ വ്യക്തി കൈ ഇങ്ങനെ താഴ്ത്തിയിടുമ്പോൾ അവരിങ്ങനെ താഴ്ത്തിയിടുമല്ലേ, താഴ്ത്തിയിട്ടിട്ട് അവരുടെ കൈമുട്ട് വരുന്ന ഭാഗം എവിടെയാണോ അതിൻ്റെ തൊട്ട് മുകളിലാണ് ഷേപ്പ് വരുന്നത്. ബോഡി ഷേപ്പ് വരുന്ന കറക്റ്റ് അളവ് നമുക്ക് അളവെടുക്കുന്ന വീഡിയോയിൽ പറയാം. ഇവിടെ ഇപ്പം നമുക്ക് 13.5 ഇഞ്ചിലാണ് ബോഡി ഷേപ്പ് വരുന്നത്. ഇവിടെ നമുക്ക് കറക്റ്റ് 8 ഇഞ്ച്, 16 ഇഞ്ചാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. അതിൻ്റെ പകുതി 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് സൈഡ് ഓപ്പൺഡ് ഭാഗം, ഇവിടെയാണ് സൈഡ് സ്ലിറ്റിൻ്റെ ലൈൻ ഉള്ളത്. ഇവിടെ തന്നെ നമുക്ക് ഇവർക്ക് ഇറക്കം കുറയ്ക്കുകയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റ് അളവ് തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്, ഇത് മാറിപ്പോവാതിരിക്കും. അളവ് ടോപ്പിൽ നിന്ന് ഈ ഭാഗത്തുള്ള വണ്ണം നമുക്ക് എടുക്കാൻ പറ്റും, ശരീരത്തിൽ നിന്ന് എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മുകളിൽ വണ്ണത്തിൻ്റെ ഭാഗത്ത് എത്ര ഇട്ടോ ഏകദേശം സെയിം ആയിരിക്കും ഇവിടെയും. ഒരുപാട് വണ്ണം ഉള്ളവർക്ക് മാത്രമേ ഇവിടെ ഒരുപാട് വ്യത്യാസം വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെ എടുക്കുന്ന അതുപോലെ തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് 8.5യും 1.5 തയ്യൽ തുമ്പും കൂടി 10 ഇഞ്ചാണ് അവിടെ എടുത്ത്. ഇവിടെ നമുക്ക് ആ 10 ഇഞ്ച് എടുക്കാം. സൈഡ് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്കും ആവശ്യമായ വണ്ണം നമുക്ക് മാർക്ക് ചെയ്യാം. ഇറക്കം കുറയ്ക്കണമെങ്കിൽ അതും. ഇവിടെ ഇപ്പോൾ ഇറക്കം കുറയ്ക്കേണ്ട, ഇറക്കം ഇത്രയും തന്നെ വേണം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് തയ്ക്കുമ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ചാൽ മതി. ഇവിടെ ഷേപ്പ് 1.25 മാർക്ക് ചെയ്യണം. ടോപ്പിലുണ്ടായിരുന്ന അതേ ആം ഹോൾ ലെവലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്, കൂട്ടിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഓൾറെഡി കൂടുതലാണ്. ഇവിടെ ഷോൾഡർ നമ്മൾ ചരിച്ചൊരു 1 ഇഞ്ച് ഇങ്ങനെ ചരിച്ചിങ്ങോട്ട് കൊടുക്കും. ഈ റൗണ്ട് എത്രയുണ്ടെന്ന് നോക്കാം. 9.5 ഇഞ്ചുണ്ട് ഇവിടെ. ഇവിടെ കഴുത്ത് ഫ്രണ്ടും ബാക്കും ഇറങ്ങിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഷോൾഡർ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെയും കൂടി തയ്ച്ചാൽ അങ്ങനെ നമുക്ക് കഴുത്തും കറക്റ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കഴുത്തെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിൽ ഇതുപോലെ വരുന്ന റെഡിമെയ്ഡ് ടോപ്പുകൾക്ക് കഴുത്തിറക്കവും കൂടുതലാണെങ്കിൽ അത് നമുക്കിവിടെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. നമുക്ക് ഈ ഷോൾഡറും കൂടെ അഴിച്ചതിന് ശേഷം ഇവിടെ തയ്ച്ച് ഈ കഴുത്തിറക്കം കുറയ്ക്കാൻ പറ്റും. നീറ്റായിട്ടിരിക്കും ഇപ്പോൾ കഴുത്ത്. പിന്നെ ഇവിടെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ബ്രസ്റ്റ് സൈസ് കൂടുതലൊക്കെ ഉള്ളവർക്ക് ഇവിടെ നല്ല ലൂസ് കിട്ടാനും കഴുത്തിൻ്റെ ഇവിടെ കൈക്കുഴിയൊക്കെ നല്ല ഫിനിഷിങ് കിട്ടാനുള്ളൊരു വീഡിയോ തൊട്ട് മുമ്പേ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് അതും കൂടി കണ്ടാൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ടോപ്പുകളെ കൂടുതൽ അടിപൊളിയാക്കി നമുക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റും. അതിനുള്ള വീഡിയോ തൊട്ട് മുമ്പേ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ ഷോൾഡർ ഒന്ന് ചരിച്ച് തയ്ച്ചാൽ മതി. 1 ഇഞ്ചോളം ഇവിടെ നിന്ന് നമുക്ക് ചരിച്ച് ഇങ്ങോട്ട് കൊടുക്കണം. കഴുത്ത് കൂടുതലായിരുന്നെങ്കിൽ നമ്മളിവിടെ ചരിച്ച് അങ്ങനെ കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ കഴുത്ത് ലൂസാവും. ഇവിടെ ഇപ്പോൾ കഴുത്ത് കറക്റ്റാണ്. ഷോൾഡർ ഇവിടെ മാത്രമേ നമുക്കത് ഒരുപാട് വലുതായിട്ടുള്ളൂ. പിന്നെ നമ്മൾ വെട്ടി തയ്ക്കുന്ന ടോപ്പുകൾക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ 1 ഇഞ്ചൊന്നും ചരിച്ച് തയ്ക്കണ്ട. ഇതുപോലെ സാധാ കഴുത്തുകൾക്ക് ഇവിടെ ഇത്രയും 1 ഇഞ്ചൊന്നും ചരിച്ച് കൊടുക്കണ്ട. നമ്മൾ ഷോൾഡർ ഇത്രയും അധികം ഇടൂല, ആം ഹോൾ ഇത്രയും ഇറക്കി വെട്ടത്തില്ല. ഇപ്പോൾ ഈ ആം ഹോൾ കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചരിച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ മുൻവശം
ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഒന്ന് കുഴിച്ച് വെട്ടണം. അപ്പം നിങ്ങളിത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് തയ്ക്കുന്നതെങ്കിൽ ഈ നമ്മുടെ ലൈനിങ്ങും മെയിൻ പീസും കൂടെ കുറച്ച് ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റി ഒന്ന് മെഷീൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമേ ഇവിടെ ഷേപ്പ് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അര ഇഞ്ചാണ് നമ്മൾ ഇവിടെ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുള്ളത്. ഇനി ആ സൈഡിൽ നിന്ന് അതുപോലെ കട്ട് ചെയ്യാം. ഇതുപോലെ രണ്ട് വശത്ത് നമുക്ക് കട്ട് ചെയ്യാം. ഈ ലൈനിങ്ങും ഈ മെയിൻ പീസുമായിട്ട് ജോയിൻ ചെയ്ത് തയ്ച്ചതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയെല്ലാം തയ്ക്കാം. റെഡിമെയ്ഡ് ചുരിദാർ ഷേപ്പ് ചെയ്യല്ലേ ആ ഒരു മൈൻഡോടെ ചെയ്യരുത്, നമ്മൾ നല്ല ആത്മാർത്ഥതയോടെ തന്നെ തയ്ക്കണം. നമുക്കിവിടെ 9.5 വേണ്ടത്, 9.5 കിട്ടുന്നില്ല, കുറച്ചും കൂടി ഇങ്ങോട്ട് വരയ്ക്കാം. ഇപ്പം നമുക്ക് 9.5 കിട്ടുന്നുണ്ട്. ഇനി കട്ട് ചെയ്യാം. ഈ വശമെല്ലാം കറക്റ്റ് ആയിരിക്കണം, പിൻ ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിത് തയ്ക്കാം. ഷോൾഡർ ചരിച്ച് തയ്ക്കണം. ലൈനിങ്ങും മെയിൻ പീസുമായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ തയ്ക്കുന്ന പോലെ തയ്ക്കാം. ഇവിടെ ഷോൾഡർ കവർ ചെയ്താണ് തയ്ച്ചേക്കുന്നത്, അപ്പം നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്ക്കാൻ പറ്റും. ഇതിൻ്റെ നല്ല വശത്ത് കാണുന്ന സ്റ്റിച്ച് കുറച്ചൊന്ന് അഴിക്കണം. തയ്യൽ തുമ്പ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചരിച്ച് കൊടുക്കാൻ പറ്റും. കഴുത്ത് ഇറക്കവും കൂടി ഇങ്ങനെ കുറയ്ക്കാനാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഇവിടെ അഴിക്കണം. അപ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കിട്ടും. കണ്ടോ, ഈ തുമ്പ് നേരെ ഇങ്ങോട്ട് വരുന്നില്ലല്ലേ, അപ്പോൾ ഇവിടെ ഒരു ആ സ്റ്റിച്ച് കുറച്ചും കൂടെ അഴിച്ചാൽ ഇത് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് വരും. ഇപ്പോൾ നമുക്ക് നല്ലതുപോലെ ചെയ്യാം. അതും കൂടി കാണിക്കാം. നല്ല വശത്ത് കാണുന്ന സ്റ്റിച്ച് ആദ്യം നമ്മൾ ഇവിടെ വരെയാണ് അഴിച്ചത്, ഇപ്പോൾ കുറച്ച് ഇവിടെ വരെ അഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ട തയ്യൽ തുമ്പ് ഫുള്ളായിട്ടേക്ക് കിട്ടും നമുക്ക്. ഇനി നമുക്ക് കഴുത്തും കൂടി അടിക്കണമെങ്കിൽ നമുക്ക് ഇത്രയും അഴിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ കുറച്ച് അഴിച്ചാൽ മതി. നമുക്ക് ചരിച്ച് തയ്ക്കാം. കൈയുടെ ഈ കുഴിച്ച് വെട്ടിയ ഭാഗം ഈ കുഴിച്ച് വെട്ടിയ മുൻവശത്ത് തന്നെ വരത്തക്ക വിധം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് തയ്ക്കണം. ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്റ്റിച്ചില്ലേ, നല്ല വശത്ത് കാണുന്ന ഒരു സ്റ്റിച്ച് കഴുത്തിൻ്റെ ഇവിടെ വരെ, അത് സെയിം നൂലിട്ട് തന്നെ തയ്ക്കണം. ഇതുപോലെ നമുക്ക് കൈ രണ്ടും വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡാണ് തയ്ക്കാനുള്ളത്. സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗം ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. സൈഡ് സ്ലിറ്റ് തയ്ക്കാൻ ശരിയാവാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ആദ്യം ഒരു മടക്ക് മടക്കി ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നീട് ഒരു മടക്കും കൂടെ മടക്കി നോക്കണം. അപ്പോൾ ചുളിവൊന്നും വരാതെ നല്ല നീറ്റായിട്ട് കിട്ടും. അതല്ലെങ്കിൽ ഞാൻ ഇപ്പുറത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു മടക്ക് മടക്കിയതിന് ശേഷം രണ്ടാമത്തെ മടക്ക് ഇതുപോലെ മടക്കി ഒന്ന് അയൺ ചെയ്യണം. ഇതുപോലെ മടക്കി ഒന്ന് അയൺ ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഇത് അയൺ ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനെ ചെയ്താലും നമുക്ക് സൈഡ് സ്ലിറ്റ് നല്ല നീറ്റായിട്ട് കിട്ടും. സൈഡ് സ്ലിറ്റ് ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും, ഒട്ടും ചുളിവില്ലാതെ. ഒറ്റ സ്റ്റിച്ച് കൊണ്ട് തന്നെ നമുക്ക് നീറ്റായിട്ട് ചെയ്യാം. ഇത്രയും ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 100 രൂപ വാങ്ങിക്കൂടെ? ധൈര്യമായിട്ട് വാങ്ങാം. ഇനി ഇത് ഷോപ്പിൽ കൊടുത്താണ് ഇത്രയും നിങ്ങൾ ആരുടെ നിന്നെങ്കിലും ചെയ്യിപ്പിക്കുന്നെങ്കിൽ പൈസ കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുത്. അത്രയ്ക്കും ജോലി ഇതിലുണ്ട്. ഇത്രയും നീറ്റായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓർഡർ കിട്ടും ഇതുപോലെ ചെയ്യാൻ. അതുമല്ല ഇതിൽ നിന്ന് നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്.
അപ്പോൾ നമുക്ക് നല്ലൊരു തേക്കാരി ആവാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.